ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ചായി നല്ല സമയത്തെ ഓർത്ത് ഇതിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അമേജിക് ഹോസ്പിറ്റൽ വയസ്സ് മൂലമായി നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകി തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവനും നിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ കാവലും സൂക്ഷിപ്പും ഉണ്ടായിരുന്നു. ഒരനർത്ഥം പോലും സംഭവിക്കാതെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാമലും മയങ്ങാമലും ഇരുന്ന് ഞങ്ങളെ ഭദ്രമായി നീ സൂക്ഷിച്ചു. കർത്താവ് ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നു, ആരോഗ്യം തന്നു, ദീർഘായുസ് തന്നു. ദുഷ്ടൻ ഞങ്ങളെ തൊടാതെ നിൻ്റെ ചിറകിൻ്റെ മറവ് ഞങ്ങളെ മറച്ചു. കർത്താവേ സ്തോത്രം. ഭദ്രമായി രാവിലെ സമയം ഞങ്ങളെ തട്ടി എഴുന്നേൽപ്പിച്ചല്ലോ. നിൻ്റെ പൊന്മുഖത്തെ ഒന്ന് കാണുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിൻ്റെ മുഖത്തെ തേടുവാൻ, നീ ചെയ്ത നന്മകളെ ഓർക്കുവാൻ, നന്ദി പറയുവാൻ, ദൈവത്തിൻ്റെ മുഖത്തെ നോക്കി മറുപടിയും ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ യാചനകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എന്നോടുകൂടെ ഈ പ്രാർത്ഥന ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി നിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി ദൈവദാസന്മാർ, മിഷണറീസ്, ഫാമിലികൾ, അനേക വയസ്സ് ചെന്ന് കർത്താവെ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, അനേക ഭവനത്തിൻ്റെ കർത്താവെ സ്തോത്രം, അമേൻ അമേൻ, ഭാര്യ ഭർത്താക്കന്മാർ, ഒത്തിരി കുഞ്ഞുങ്ങൾ, ഒത്തിരി യൗവനക്കാർ അനേകരതിനകത്തുണ്ട്. ക്ഷീണിതരുണ്ട്, രോഗികളുണ്ട്, കൈവിടപ്പെട്ടവരുണ്ട്, ആരുടെയും സഹായമില്ലാത്തവരുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, വിശന്നിരിക്കുന്നവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, കടബാധ്യതയിൽ കർത്താവെ മുഴുകി കിടക്കുന്നവരുണ്ട്, നിത്യപൂർത്തി ഇല്ലാത്തവരുണ്ട്, തലചായ്ക്കാനൊരു വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. പല വിധത്തിലും കർത്താവെ ദുഃഖത്തിലും കണ്ണുനീരിലും പ്രയാസത്തിലും കൂടി ഓരോ മിനിറ്റുകൾ മുന്നോട്ട് കടന്നു പോകാൻ കഴിയാതെ നൊന്ത് വേദനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനേകർ ഈ പ്രാർത്ഥനയിലുണ്ട്. അവർക്കെല്ലാം ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി, ആശ്വാസമായി, സമാധാനമായി, സന്തോഷമായി എൻ്റെ അപ്പച്ചൻ നടത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ, ഇതവരുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ, അവരുടെ കാതിൽ കേൾക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്വർഗ സമാധാനം അവരനുഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഇരിക്കുന്നത്, ദൈവം നടത്തുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കർത്താവ് അകലവും നിൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുവാൻ എൻ്റെ കർത്താവ് കൃപ തരണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം തിരുമേനി എടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിൻ്റെ വീര്യ പ്രവർത്തികൾ ഇന്ന് പകൽക്കാലം നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാനും രുചിക്കുവാനും കർത്താവ് കൃപ. ഇത് പകൽ മുഴുവനും വെയിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരാപത്തായിരിക്കരുത്. നിൻ്റെ മേഘം ഇരിക്കണം. കർത്താവിനെ നീ സൂക്ഷിക്കണം. ഒരനർത്ഥം പോലും വരരുത്. അവരെ കൈപിടിച്ച് നടത്തണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. ഓരോരുത്തരെയും വ്യക്തിപരമായി കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ വെളിയിലുമായിരുന്ന അനേകർ ഈ പ്രാർത്ഥനയിലുണ്ടല്ലോ. അവരെല്ലാവരെയും തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യം ചെയ്താട്ട് അതിനെ താഴ്ത്തൊന്ന് ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇത് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1227 ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഇത്രത്തോളം ദൈവം നടത്തി. ഇനിയുള്ള നാളുകളിലും ദൈവം നമ്മളെ നടത്തും. ഇങ്ങനെ ഒരു നാളെ കൂടെ ദൈവം നമുക്ക് കാണുവാൻ നമുക്കൊരു ഭാഗ്യം തന്നു. ഈ ദിവസവും അപ്പച്ചൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും സ്തുതിക്കുവാനും മറുപടിയും ഇന്ന് പകൽ മുഴുവനും ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുവാനും ദൈവത്തിൻ്റെ പാദത്തിൽ വന്നിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും ഏൽപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ നടത്തിട്ട് 1-2 വാക്യങ്ങൾ വായിക്കാൻ പോകുകയാണ്. സങ്കീർത്തനക്കാരൻ 20-ാം സങ്കീർത്തനം 4-5 വാക്യം. സങ്കീർത്തനം 20-ന്റെ 4-5 വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം നടത്തുന്ന വിധങ്ങൾ അത് വ്യത്യാസമായിട്ടാണ്. ഇവിടെ ദൈവം പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നിങ്ങൾ എത്രയോ നാൾക്കളാകെ കണ്ണുനീരോട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അനേകരോട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടായിരിക്കും. ഈ പ്രാർത്ഥനയും ആരംഭിച്ചപ്പോൾ തൊട്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിശ്ചയമായി കാണുമായിരിക്കും. എൻ്റെ ദൈവം എനിക്കൊരു വിടുതൽ തരത്തില്ലയോ? എൻ്റെ കണ്ണുനീരിന് ഒരു മറുപടി ലഭിക്കത്തില്ലയോ? എൻ്റെ ദൈവം എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ തലമുറയ്ക്ക് ഒരു നല്ലത് ചെയ്ത് കാണുവാൻ എൻ്റെ കൺകളിൽ ആ ഭാഗ്യം ലഭിക്കത്തില്ലയോ? ഇങ്ങനെല്ലാം തകർന്നു പോയി തരിപ്പണമായി പ്രാർത്ഥിച്ച് 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 ഒന്നിനും മറുപടി ലഭിക്കാതെ അതേ ആമേൻ ഇങ്ങനെ മുട്ടിക്കിടക്കുന്ന ഒത്തിരി പേരിനകത്ത് കാണുമായിരിക്കും. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. അത് വേറെ ആർക്കും കൊടുക്കത്തില്ല, നിനക്ക് തന്നെ നൽകട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അത് സ്വർഗം ഏറ്റെടുക്കുന്ന ആഗ്രഹമായിരിക്കും. അവിടെ താല്പര്യം സ്വർഗം വേണ്ടാന്ന് പറയുന്ന അല്ല, സ്വർഗം അതിനെ ആമോദിച്ച് അത് ഏറ്റെടുക്കக்கூடிയതായിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ അതൊക്കെയും ദൈവം നിനക്ക് നിവർത്തി
നിവർത്തിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്നാണ് കർത്താവിൻ്റെ അപേക്ഷ. ദൈവം അതാണ് നമുക്ക് പറയുന്നത്. ദൈവം അത് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനുശേഷം ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഇത്രയും നാൾ കരഞ്ഞുകൊണ്ടിരുന്നവർ, ഇത്രയും നാൾ തലകുനിഞ്ഞ് തുടയ്ക്കകത്തോട് തലകുനിഞ്ഞിരുന്നവർ, മുഖം കറുത്തുപോയവർ, വാടിപ്പോയവർ, തളർന്നു പോയവർ, എല്ലാം കൊണ്ട് സകലതും അടഞ്ഞു, സകലവും നഷ്ടപ്പെട്ടു, സകലതും കൈവിട്ടു, അങ്ങനെ തരിപ്പണമായി കടന്ന് നമ്മുടെ ജീവിതത്തിൽ പറയുകയാണ്, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കണം. അങ്ങനെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ജയമായി കർത്താവ് മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ കണ്ണീരുകൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ദൈവം തമ്പുരാൻ മറുപടിയിൽ തരാൻ പോവുകയാണ്. ഞങ്ങൾ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. എപ്പോഴാണ് കൊടി ഉയർത്തുന്നത്? ആഗസ്റ്റ് 15 കൊടി ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ കൊടി അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുമ്പോൾ ആ കൊടിക്കമ്പത്തിനെ പാതിയിൽ കൊണ്ട് നിർത്തും. ആ ദിവസം മാത്രമാണ് അത് ഉയർത്തി വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ നല്ല ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സകലവും താളിലേക്ക് കടക്കുകയായിരിക്കും, തളർന്ന് കടക്കുകയായിരിക്കും. ആണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ഒന്നും കടക്കാരനായി ദൈവം വയ്ക്കത്തില്ല. എല്ലാത്തെയും നിവർത്തിക്കുവാൻ കർത്താവ് മതിയായവനാണ്. ആമേൻ. ദൈവം പറയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കട്ടെ. ഒന്നും ആമേൻ മറുപടിയില്ലാതെ പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ കൊടി ഉയർത്തുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കണം? മേലോട്ട് നോക്കണം. നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുകയായിരിക്കും, നാണം കെട്ട് പോയി കാണുമായിരിക്കും, തല നിർത്താനുള്ള നിവൃത്തി നിങ്ങൾക്കില്ലായിരിക്കും. എല്ലായിടത്തിലും നിങ്ങൾ കുനിഞ്ഞു പോയി കാണും. നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ഒരു നഷ്ടപ്പെട്ട സ്ഥിതി ആയിരിക്കും, തകർന്ന സ്ഥിതി ആയിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടു പോയി, വിശ്വാസവും പോയി, എല്ലാം പോയി, പ്രാർത്ഥനയും പോയി, എല്ലാ ആരാധനയും പോയി, സകലതും പോയി, ശരീരത്തിൻ്റെ ആരോഗ്യവും പോയി. ഇനി ഒന്നുമില്ല, തകർന്ന് കിടക്കുകയാണ്. ഇനി എന്തിനാ ജീവിക്കുന്നത്? മതി, ഇത്രയും കഷ്ടപ്പാട് മതി, ഇനി ഇരുന്ന് എന്തുവാ ലാഭം, ആർക്ക് പ്രയോജനം? ഇങ്ങനെല്ലാം പിച്ചും പേയും പറയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ പറയരുത്. കർത്താവ് പറയാണ്, ആമേൻ, ഇവിടെ പറയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ താല്പര്യങ്ങളൊക്കെയും നിവർത്തിക്കട്ടെ. നല്ലതേ ചിന്തിക്കുക, നല്ലതേ ഹൃദയത്തിൽ വെക്കുക. ആവശ്യമില്ലാത്ത ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കരുത്. പേടിയിരിക്കരുത്, ഭയം ഇരിക്കരുത്, അവിശ്വാസം ഇരിക്കരുത്. ആർക്കും നമ്മൾ ദോഷം ചിന്തിക്കരുത്. ആർക്കും ഒരു ആപത്ത് നമ്മൾ ചിന്തിക്കരുത്. നല്ല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നല്ലത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നല്ലതിനു വേണ്ടി നിങ്ങളെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് തന്നെ കർത്താവ് സാധിപ്പിച്ചു തരും. നീ ലജ്ജിക്കത്തില്ല. ദൈവത്തിന് നീ പറയാം, ഓ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കട്ടെ. നിശ്ചയമായി കർത്താവ് സകല അപേക്ഷകളെയും നിങ്ങൾക്ക് നിവർത്തി തരും. നിങ്ങൾ ഒന്നുകൊണ്ടും തകരുവാൻ, നശിക്കുവാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കത്തില്ല. ഇന്നത്തെ ഈ ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത് സന്തോഷമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റെടുക്കുക, വിശ്വസിക്കുക. ദൈവം സംസാരിച്ച മാതിരി നിങ്ങളത് കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച് 1227 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് തന്നു. ഈ മാസത്തിൻ്റെ 10-ാം തീയതി അതിരാവിലെ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം നടത്തി. കർത്താവ് നല്ലവൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഇന്ന് അതിരാവിലെ സമയത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിനെ പാദത്തിലേക്ക് കടന്നു വരുവാൻ, ഓരോരുത്തരെയും നിന്റെ പാദത്തിൽ കൊണ്ടുവന്ന് കർത്താവേ സ്തോത്രം സമർപ്പിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. കേരളത്തിലുണ്ട്, കേരളത്തിൻ്റെ വെളിയിലുണ്ട്, പല രാജ്യങ്ങളുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. കർത്താവേ സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പരാജയങ്ങൾ, അവരുടെ മാറായുടെ അനുഭവം, കയ്പുകൾ, ഇരുണ്ട ജീവിതങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയി. ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ജീവിക്കാൻ മാർഗമില്ല. ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള എന്തൊരു ശക്തിയും ബലനും അവരുടെ ജീവിതത്തിലില്ല. എല്ലാം തകർന്നു കിടക്കുകയാണ്. സ്നേഹിച്ചവരെല്ലാം കൈവിട്ട് കാണും. സ്നേഹിച്ചവരെല്ലാം നമ്മളെ വെറുത്ത് കാണും. അങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കാണും. തീരാത്ത രോഗങ്ങൾ, തീരാത്ത പ്രയാസങ്ങൾ, തീരാത്ത മനവേദനകൾ, തീരാത്ത ഭയം, തീരാത്ത കടബാധ്യതകൾ, ഇപ്പടി പട്ടിണികൾ, ദാരിദ്ര്യങ്ങൾ എല്ലാം നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ആഗ്രഹം എന്തുവാ? കർത്താവേ, ഒരുത്തൻ്റെ മുന്നേ പോയി കൈ നീട്ടരുതേ, ഒരുത്തൻ്റെ മുന്നേ പോയി തല കുനിയരുതേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലത് തുറന്ന് ആ നല്ലതൊന്ന് കാണുവാൻ എൻ്റെ കണ്ണിനൊരു ഭാഗ്യം തരണേ. ദൈവമേ, തലകുനിഞ്ഞ് നടക്കുവാൻ, കൈകെട്ടി
നിൽക്കുവാൻ നീ സമ്മതിക്കരുതേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തണമേ. തീരാതെ മാരക രോഗം എന്നെ പിടിച്ചിരിക്കുന്നു. ആ രോഗത്തിലേക്ക് ഒരു വിടുതൽ തരണമേ, സൗഖ്യം തരണമേ. നിന്റെ അടിപ്പിണരുകളാൽ എന്നെ തൊട്ട് സൗഖ്യമാക്കണമേ. ഇതൊക്കെ അല്ലയോ നമ്മുടെ അപേക്ഷ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഒന്നും കൂടെ തള്ളിക്കളയാതെ നിവർത്തിക്കുവാൻ കർത്താവ് മതിയായവനാണ്. അത് നിങ്ങൾ ആമീൻ പറയണം, ഏറ്റെടുക്കണം, വിശ്വസിക്കണം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഇതുവരെയ്ക്കും കരച്ചിലായിരുന്നു, ഇതുവരെയ്ക്കും പദം പറച്ചിലായിരുന്നു, ഇതുവരെയ്ക്കും വ്യാകുലങ്ങളായിരുന്നു. ഇപ്പോഴോ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഉല്ലാസം, ഒരു ജയത്തിന്റെ ശബ്ദം ദൈവം തമ്പുരാൻ കൊണ്ടുവരുന്നു. യഹോവ നിന്റെ ആമയോട് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ നീ കുനിഞ്ഞു കിടന്നോളാണ്, തകർന്നവനാണ്, നഷ്ടപ്പെട്ടവനാണ്. ഇത് ഞങ്ങൾ കൊടി ഉയർത്താൻ പോകുകയാണ്. ഓ യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ഒന്നും തള്ളിക്കളയാതെ, ഒന്നും ഉപേക്ഷിക്കാതെ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ അപേക്ഷകൾ എല്ലാം എൻ്റെ കർത്താവ് നിവർത്തിച്ച് തരും. ദൈവമേ, ഈ വചനപ്രകാരം നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ട്, അവരെ ബലപ്പെടുത്തിക്കാട്ട്. ആശ്വാസം ആവശ്യമുള്ളവർക്ക്, ബലം ആവശ്യമുള്ളവർക്ക്, സുഖം ആവശ്യമുള്ളവർക്ക്, സന്തോഷം ആവശ്യമുള്ളവർക്ക്, ഐശ്വര്യങ്ങൾ, കർത്താവെ, ആഹാരങ്ങൾ, അന്നവസ്ത്രങ്ങൾ, വീടുകൾ, ഏതെല്ലാം ആവശ്യമുണ്ടോ അതിൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കണമേ. വിവാഹത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്, നല്ല വിവാഹം അവർക്ക് നീ ഒരുക്കി കൊടുക്കണമേ. ഭവനത്തിന് വേണ്ടി കരയുന്നവരുണ്ട്, നല്ല ഭവനം ചമച്ചു കൊടുക്കണമേ. ജോലിക്ക് വേണ്ടി കരയുന്നവരുണ്ട്, നല്ല ജോലി അവർക്ക് നീ കൊടുക്കണമേ. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. അനേകരുടെ ഉപദ്രവങ്ങളും അനേകരുടെ നിന്ദകളും സഹിച്ച് അവിടെ ആത്മാർത്ഥമായി നിന്ന് തന്നെ കർത്താവെ ജോലി ചെയ്യാനുള്ള ബലനില്ലാതെ കഷ്ടപ്പെടുന്നവർ, അനേകരുടെ ഉപദ്രവങ്ങളും നിന്ദകളും സഹിച്ച് തളർന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം ആശ്വാസത്തിന്റെ കരവൊന്ന് നീട്ടണമേ, അത്ഭുതത്തിന്റെ കരവൊന്ന് നീട്ടണമേ, വിടുതലിന്റെ കരവൊന്ന് നീട്ടണമേ. കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ കരം ആ കുഞ്ഞുങ്ങൾക്കൊന്ന് അനുകൂലമായി മാറ്റണമെന്ന് അപ്പച്ചന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദോഷവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരരുതേ, ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരരുതേ, ഒരാപത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരരുത് കർത്താവേ. വയസ്സെന്ന അപ്പച്ചന്മാർ അമ്മച്ചിമാരുണ്ട്, അവർക്ക് ആരോഗ്യം കൊടുത്താട്ട്, ദീർഘായുസ് കൊടുത്താട്ട്, ശരീരസുഖം കൊടുത്താട്ട്, അവർക്ക് നല്ല ഉറക്കം കൊടുത്താട്ട്, ദഹനശക്തി കൊടുത്താട്ട്, ഓർമ്മശക്തി കൊടുത്താട്ട്, അവരുടെ കൈകാലുകൾ, എലുമ്പുകളെല്ലാം കർത്താവ്, അസ്ഥികളെല്ലാം ബലനായിരിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഒരുത്തരും വയസ്സെന്ന കാലത്തിൽ കിടക്കയിൽ കിടക്കുവാൻ ദൈവം സമ്മതിക്കരുത്, ക്ഷീണിതരാകുവാൻ ദൈവം സമ്മതിക്കരുത് പ്രാർത്ഥിക്കുന്നു. വിധവകളുണ്ട് കർത്താവേ സ്തോത്രം, ഗർഭിണി കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ സ്തോത്രം, കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടല്ലോ. ഇങ്ങനെ പല വിഷയത്തിൻ്റെ മുഖത്തും കരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, അന്നേക്കൂടെ നിത്യവൃത്തികളുടെ വഴിയില്ലാതെ ഞെരുക്കത്തിലൂടെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പച്ച, ഇരിക്കുന്ന വരുമാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നടത്തുവാൻ, കുടുംബത്തെ പുലർത്തുവാൻ നിവൃത്തിയില്ലാതെ ഒത്തിരി ഞെരുക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കഷ്ടപ്പെടുന്നവർ, പാടുപെടുന്നവർ, പട്ടിണി കിടക്കുന്നവർ, നല്ലൊരു ആഹാരം മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ, നല്ലൊരു വസ്ത്രം മറ്റുള്ളവർ ഉടുക്കുന്നത് കാണുമ്പോൾ, അയ്യോ എനിക്ക് ഈ ഭാഗ്യം ലഭിക്കുമോ എന്ന് നെഞ്ച് തകർന്ന് കരയുന്നവർ അനേകരുണ്ട്. അപ്പച്ച, അവർക്കെല്ലാം ഈ പ്രാർത്ഥന ഒരാശ്വാസമായി മാറട്ടെ. ഓ, ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവരും തൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവ്, അവരെല്ലാവരും ദൈവത്തിന്റെ ആമേൻ 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 ഇടയന്റെ ആടുകളായി മാറുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവ കൃപയിൽ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി മാത്രം ഞങ്ങളെ സമർപ്പിക്കുവാൻ, കർത്താവിന് വേണ്ടി മാത്രം ഓരോ മിനിറ്റും ദൈവത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ച് ജീവിക്കാനുള്ള കൃപ ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ദുഃഖത്തിലിരിക്കുന്നവർ, മുറിവേറ്റിരിക്കുന്നവർ, ഡോക്ടർമാരാലെ കൈവിടപ്പെട്ടവർ, മരണക്കിടക്കയിൽ കിടക്കുന്നവർ, കർത്താവെ സമീപത്തിൽ ഏർപ്പെടുന്ന ഓരോ മരണങ്ങൾ നിമിത്തമായി തനിച്ചു നിന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ, ആശ്വസിപ്പിക്കാൻ ആരുമില്ല, മുറിവ് പൊറിപ്പിക്കാൻ ആരുമില്ലാതെ ഏങ്ങലടിച്ച് കരയുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ. അവർക്കെല്ലാം നീ ആശ്വാസമായി ആനന്ദമായി ഇരുന്ന് അവരെ നീ അനുഗ്രഹിക്കണമെന്ന് ദൈവനാമത്തിന് അപേക്ഷിക്കാൻ. ഒരുത്തരെയും തള്ളിക്കളയരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും മറക്കരുതേ, ഒരുത്തരെയും കൈവിടരുത്. പച്ച, നിന്റെ പാദത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്, നിന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കൈവിടരുതേ, മറക്കരുതേ, ഉപേക്ഷിക്കരുത്. അപ്പച്ചന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വൻ കാര്യത്തെ ചെയ്ത് കൃപയാ നിറച്ച് അത്ഭുതകരമായി അതിശയമായി നിന്റെ കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ട് വന്നാട്ട് ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട. പച്ച, ദൈവമേ സ്തോത്രം. ഇന്നത്തെ ഈ പ്രാർത്ഥന, ഈ ആലോചനയും നിന്റെ കുഞ്ഞുങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വിശ്വാസ കണ്ണുകളൊന്ന് തുറക്കട്ട്, ദൈവ ശബ്ദമൊന്ന് കേൾക്കട്ട്, ദൈവ കൃപയിലൊന്ന് ബലപ്പെടട്ട്. എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീര് കണ്ടു, എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് നൽകട്ടെന്ന് പറഞ്ഞല്ലോ. ദൈവന്റെ ആഗ്രഹങ്ങൾ നൽകാൻ പോവുകയാണ്. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ന് നിശ്ചയമായി എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് നിവർത്തിക്കാൻ പോവുകയാണ്. ആ സന്തോഷം നിങ്ങൾക്ക് വേണം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഇതുവരെയ്ക്കും കരച്ചിലും പിടിച്ചിലും കണ്ണുനീരും ആരുന്ന വീട്ടിൽ ദൈവത്തിന് സ്തോത്രം ആണ്. ഇന്ന് തൊട്ട് ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ
യേശുവിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. എന്റെ ദൈവം, ഈ പ്രാർത്ഥനകനായി സ്തോത്രം. അത്ഭുതം നീ പ്രവർത്തിക്കാനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കരം ഇപ്പൊ നീട്ടിയിരിക്കാനായി സ്തോത്രം കർത്താവേ. ഇത് ഏറ്റെടുക്കുന്നവർ, ഇത് വിശ്വസിക്കുന്നവർ, ഇതിൽ കർത്താവെ താല്പര്യപ്പെടുന്നവർ, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളെ ഓർക്കുന്നവർ, സ്നേഹിക്കുന്നവർ എല്ലാം ഇതിനകത്തുണ്ടല്ലോ. അവരെല്ലാം നിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ഇന്നും കൂടി എഴുന്നേറ്റ് ഇരുന്ന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ നിന്റെ പാദത്തിൽ കൊണ്ട് നിർത്തുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ മറുപടി സ്തുതിക്കുകയാണ്. കർത്താവിന്റെ വൻകരം, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ദയവ്, നിന്റെ വലിയ വീര്യ പ്രവർത്തികൾ നിന്റെ കുഞ്ഞുങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും രുചിക്കുവാനും കർത്താവേ നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് അസാധ്യമായതൊന്നും ഈ ലോകത്തിലില്ല. മനുഷ്യനെ കൊണ്ട് സാധ്യമാക്കുന്ന ദൈവം നീ അപ്പച്ച. സാധ്യമാക്കുന്ന ദൈവം നീ ഞങ്ങൾ വിശ്വസിക്കാൻ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം, ആനന്ദത്തിന്റെ കരം, മുറിവുകളെ പൊറിപ്പിച്ച് കണ്ണുനീരെ തുടിക്കുന്ന കരം കർത്താവേ അനുഗ്രഹിച്ച് ബലപ്പെടുത്തി സഹായിക്കുന്ന കരത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. കൈവിടരുതേ, മറക്കരുതേ, ഉപേക്ഷിക്കരുതേ. ഇന്നത്തെ പ്രാർത്ഥന നീ കേട്ട് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും ആരോഗ്യവും സൗഖ്യവും വിടുതലും കൊടുത്ത് രക്ഷിക്കണം, വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം മുഴുവനും നിന്റെ കുഞ്ഞുങ്ങൾ പോകുന്ന ജോലിയിൽ, യാത്രയിൽ, പഠനത്തിൽ, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം നീ സൂക്ഷിക്കണം. ഒരനർത്ഥം പോലും ഒരുത്തർക്കും വരരുത്. എവിടുന്ന് ഒരു ബാഡ് ന്യൂസ് ഞങ്ങൾ കുറെ ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും കാത്ത് ബലപ്പെടുത്തണം. അടിനെ താങ്ങിനായി സ്തോത്രം. തുടർന്ന് ബലപ്പെടുത്തിക്കാട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വൻകാര്യം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. വചനങ്ങളെ വിശ്വസിക്കുക, പ്രാർത്ഥന കേട്ട് വിശ്വസിക്കുക, നിങ്ങൾ കരസ്ഥമാക്കുക, സ്വന്തമാക്കുക. ദൈവം നിങ്ങളെ നിശ്ചയം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ്.